അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അറബിയിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ ഒരു പാഠമാണ്. അൽ ഫുത്തൂർ എന്നാണ് പാഠത്തിൻ്റെ പേര്. ഫുത്തൂർ എന്നാൽ നോമ്പുതുറ എന്നാണ് അർത്ഥമെന്ന് നമുക്കറിയാമല്ലോ. ഏതായാലും ആ പാഠഭാഗത്ത് നമ്മൾ ഒരു ചെറിയ കുട്ടിയുടെ ആദ്യത്തെ നോമ്പിനെ കുറിച്ചാണ് പരിചയപ്പെട്ടത് അല്ലേ. അവൻ ആദ്യമായിട്ട് ഉമ്മയോടും ഉപ്പയോടും നോമ്പനുഷ്ഠിക്കുവാനുള്ള സമ്മതം ചോദിക്കുന്നു. പക്ഷെ അവരൊന്നും ആദ്യം സമ്മതിക്കുന്നില്ല. പിന്നെയും പറഞ്ഞ് വാശി പിടിച്ച് എന്തായി, അവരെല്ലാവരും ഉമ്മയും ഉപ്പയുമൊക്കെ നോമ്പനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് സമ്മതം നൽകി. അങ്ങനെ ഈ കുട്ടി നോമ്പനുഷ്ഠിക്കുകയാണ് അല്ലേ. അപ്പോൾ നോമ്പിന് ആദ്യം അത്താഴം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് അവൻ്റെ ഉമ്മ അവൻ്റെ കൂട്ടുകാരെയെല്ലാം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. കൂട്ടുകാരോടൊപ്പം അവൻ അത്താഴം കഴിച്ചു. അതിനുശേഷം സുബ്ഹ് നിസ്കരിച്ച് പിന്നീടുള്ള അവൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നിരുന്നു അല്ലേ. പിന്നീട് അവനെ കൊണ്ട് തീരെ ക്ഷീണമില്ലാത്ത ധാരാളം ജോലികൾ അവൻ്റെ ഉമ്മ ചെയ്യിപ്പിക്കുന്നു, അവൻ ക്ഷീണമറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉച്ചവരെ, അതായത് ആ ഒരു ദിവസത്തിൻ്റെ പകുതി വരെ യാതൊരു കുഴപ്പവുമില്ലാതെ ഈ കുട്ടി കടന്നുപോയി. ഇനിയാണ് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തെക്കുറിച്ചാണ് നമുക്കിനി അടുത്തതായിട്ട് പരിചയപ്പെടാനുള്ളത് അല്ലേ. ഏതൊരു നോമ്പാണെങ്കിലും നമുക്ക് ഉച്ചവരെ സാധാരണത്തെ പോലെ ജീവിക്കാൻ കഴിയും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടാണ് പിന്നീട് ദാഹവും കുറച്ച് കഴിഞ്ഞാൽ വിശപ്പൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത് അല്ലേ. ഇനി അതിനെക്കുറിച്ചാണ് പറയുന്നത്, ഒന്ന് ശ്രദ്ധിക്കുക. وفي الظهيرة شعرت بظمأ وحر فاغتسلت فذهب عني الظمأ واسترحت. ഓക്കെ, ഒന്ന് നോക്കുക. വഫിൽ ലൊഹീറത്തി, ഉച്ച സമയത്ത്. ലൊഹീറത്ത് എന്നാൽ ഉച്ച എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ വഫിൽ ലൊഹീറത്തി, ഉച്ച സമയത്ത്. ഷഅർതു, എനിക്ക് അനുഭവപ്പെട്ടു. ഷഅറ എന്നാൽ അനുഭവപ്പെട്ടു എന്നാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചല്ലോ. ലൊമ എന്ന് പറഞ്ഞാൽ, ലൊമഉൻ എന്ന് പറഞ്ഞാൽ ദാഹം എന്നാണ് അർത്ഥം. നമ്മൾ കഴിഞ്ഞ ദിവസം അതഷ് എന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ മറ്റൊരു വാക്കാണ് ലൊമ എന്ന് പറയുന്നത്. ഓക്കെ, ഹറുൻ എന്നാൽ നമുക്കറിയാവുന്നതാണ്, ചൂട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ വഫിൽ ലൊഹീറത്തി, ഉച്ച സമയത്ത്. ഷഅർതു ബി ലൊമഇൻ വഹറിൻ, എനിക്ക് വല്ലാത്ത ദാഹവും ചൂടും അനുഭവപ്പെട്ടു. അപ്പോൾ ഫഗ്തസൽതു, അപ്പോൾ ഞാൻ കുളിച്ചു. ഇഗ്തസല എന്നാൽ കുളിച്ചു എന്നാണ് അർത്ഥം. അതിനെ ഇഗ്തസൽതു എന്നാക്കിയാൽ ഞാൻ കുളിച്ചുവെന്നാകും. ഓക്കെ, അതിനി ഓരോന്നും പറയേണ്ടതില്ലല്ലോ അല്ലേ. ഫഅല എന്നുള്ളതിനെ ഫഅൽതു എന്നാക്കിയാൽ ഞാൻ പ്രവർത്തിച്ചു എന്നാകും. അതുപോലെ തന്നെയാണ് എല്ലാ ഫിഅലുകളും. ഇഗ്തസല എന്നുള്ളതിനെ ഇഗ്തസൽതു എന്നാക്കിയാൽ ഞാൻ കുളിച്ചുവെന്നാകും അർത്ഥം. ഓക്കെ, അപ്പോൾ എനിക്ക് വല്ലാത്ത ദാഹവും ചൂടുമൊക്കെ അനുഭവപ്പെട്ടപ്പോൾ ഞാൻ കുളിച്ചു. ഫദഹബ അന്നി ലമഉ, ഫദഹബ അന്നി, അപ്പോൾ എന്നെ തൊട്ട് പോയി. ലമഉ, ദാഹം പോയി, അതായത് ദാഹം പിന്നീട് ഇല്ലാതായി പോയി. വസ്തറഹ്തു, ഞാൻ വിശ്രമിക്കുകയും ചെയ്തു. ഇസ്തറാഹ എന്ന് പറഞ്ഞാൽ വിശ്രമിച്ചു എന്നാണ് അർത്ഥം. അതിനെ ഇസ്തറഹ്തു എന്നാക്കിയാൽ ഞാൻ വിശ്രമിച്ചു എന്നാകും. അപ്പോൾ ഉച്ച സമയത്ത് എനിക്ക് വല്ലാത്ത ദാഹവും ചൂടുമൊക്കെ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാൻ കുളിച്ചപ്പോൾ കുറച്ചൊക്കെ ഒരു ആശ്വാസം തോന്നി. ഞാൻ പിന്നീട് വിശ്രമിക്കാൻ തുടങ്ങി എന്നാണ് ആ കുട്ടി പറയുന്നത്. ഓക്കെ, ഇനി അസ്ർ സമയത്തുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ഒന്ന് നോക്കാം. വഫിൽ അസ്രി ശഅർതു ബിൽ ജൂഇ വറഅയ്തു അത്ഇമതൻ വസിമാറൻ വഫവാകിഹ وقال لي أحد الأصدقاء لا بأس أن تأكل شيئا ولا يراك الآن أحد وقد أكلت أيضا لما كنت صائما قلت نعم لا يراني هنا أحد ولكن الله يراني. ഒന്ന് നോക്കുക. വഫിൽ അസ്രി, അസ്റിൻ്റെ സമയത്ത്, അസ്ർ നിസ്കാരത്തിൻ്റെ സമയത്ത്. ഷഅർതു ബിൽ ജൂഇ, എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു. ഓക്കെ, ഷഅറ അനുഭവപ്പെട്ടു, ബിൽ ജൂഇ വിശപ്പ് കൊണ്ട് അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് വിശപ്പ് അനുഭവപ്പെട്ടു എന്നർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അസ്റിൻ്റെ സമയമാകുമ്പോഴാണ് നമ്മുടെ വീടുകളിലുള്ള അടുക്കള ഒന്നുകൂടെ സജീവമാകുന്നത്, ഭക്ഷണങ്ങൾ ഉണ്ടാക്കാനും എന്നുള്ളതുപോലെ പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്ന് അതൊക്കെ മുറിച്ച് ശരിപ്പെടുത്താനും ഒക്കെ തയ്യാറെടുക്കുന്നത് അസ്ർ നിസ്കാരത്തിന് ശേഷമാണല്ലോ.
അപ്പോൾ ഈ കുട്ടി സ്വന്തം വീട്ടിൽ ധാരാളം പലഹാരങ്ങൾ എന്നുള്ളതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ കാണുകയാണ്. ഓക്കെ. വറഅയ്തു ഞാൻ കണ്ടു, കണ്ടു, റഅയ്തു ഞാൻ കണ്ടു, അത്ഉമതൻ ഭക്ഷണങ്ങളെ കണ്ടു, വസിമാറൻ വഫവാക്കിഹ സമറത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് സിമാർ എന്നുള്ളത്, ഫാക്കിഹത്തുൻ എന്നതിൻ്റെ ജംആണ് ഫവാക്കിഹ് എന്നുള്ളത്. രണ്ടിൻ്റെയും അർത്ഥം പഴം എന്നാണ്, പഴവർഗ്ഗം എന്നാണ്. ഓക്കെ. അപ്പോൾ വറഅയ്തു അത്ഉമതൻ വസിമാറൻ വഫവാക്കിഹ ഞാൻ ഭക്ഷണങ്ങളെയും എന്നുള്ളതുപോലെ പഴവർഗ്ഗങ്ങളെയും കണ്ടുവെന്നർത്ഥം. ഓക്കെ. ഇനി വഖാലലി അഹദുൽ അസ്തിഖാഇ ആ ഒരു അവസരത്തിൽ എനിക്ക് വല്ലാത്ത വിശപ്പുണ്ട്, എന്നാൽ സ്വന്തം മുന്നിൽ ധാരാളം പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വഖാലലി അപ്പോൾ എന്നോട് പറഞ്ഞു, ഖാല പറഞ്ഞു, ലി എന്നോട് പറഞ്ഞു, അഹദുൽ അസ്തിഖാഇ കൂട്ടുകാരിൽ നിന്നും ഒരാൾ. ഓക്കെ. അസ്തിഖാഇ എന്നാൽ കൂട്ടുകാർ, അഹദുൽ അസ്തിഖാഇ എന്നാൽ കൂട്ടുകാരിൽ നിന്നും ഒരാൾ എന്നോട് പറഞ്ഞു, ലാ ബഅസ അൻ തഅകുല ഷൈഅൻ ലാ ബഅസ കുഴപ്പമൊന്നുമില്ല, അൻ തഅകുല ഷൈഅൻ നീ ഒരു കാര്യം ഭക്ഷിക്കുന്നത്. ഓക്കെ. അകല എന്നാൽ തിന്നു, അൻ തഅകുല നീ തിന്നുന്നതിൽ. ഓക്കെ. അപ്പോൾ ലാ ബഅസ അൻ തഅകുല ഷൈഅൻ നീ ഒരു കാര്യം തിന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ? വലാ യറാക്കൽ ആന അഹദുൻ. ഓക്കെ. റഅ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ് അർത്ഥം, യറ എന്ന് പറഞ്ഞാൽ കാണും. ഓക്കെ. വലാ യറാക്ക നിന്നെ കാണുകയില്ല, അൽ ആന ഇപ്പോൾ, അഹദുൻ ഒരാളും. ഓക്കെ. അപ്പോൾ നിന്നെ ഇപ്പോൾ ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, നീ കുറച്ച് ഭക്ഷണം കഴിച്ചുവെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, നീ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കണ്ട എന്നാണ് അവൻ്റെ കൂട്ടുകാരൻ അവനോട് പറയുന്നത്. ഓക്കെ. ലാ ബഅസ അൻ തഅകുല ഷൈഅൻ നീ എന്തെങ്കിലുമൊക്കെ തിന്നു എന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, വലാ യറാക്കൽ ആന അഹദുൻ നിന്നെ ഇപ്പോൾ ആരും കാണാൻ പോകുന്നില്ല, വഖദ് അകൽതു അയ്ളൻ ലമ്മാ കുന്തു സായിമൻ എന്നിട്ട് ആ കൂട്ടുകാരൻ പറയാണ്, വഖദ് അകൽതു അയ്ളൻ തീർച്ചയായിട്ടും ഞാനും തിന്നിട്ടുണ്ട്, വഖദ് അകൽതു തീർച്ചയായിട്ടും ഞാൻ തിന്നിട്ടുണ്ട്, അയ്ളൻ അയ്ളൻ എന്ന് പറഞ്ഞാൽ ഞാനും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ വഖദ് അകൽതു അയ്ളൻ ലമ്മാ കുന്തു സായിമൻ സായിമുൻ എന്ന് പറഞ്ഞാൽ നോമ്പുകാരൻ എന്നാണ് അർത്ഥം, ലമ്മാ കുന്തു സായിമൻ ഞാൻ നോമ്പുകാരൻ ആയിരുന്നപ്പോൾ. അപ്പോൾ ഞാൻ നോമ്പുകാരൻ ആയിരുന്നപ്പോൾ ഞാനും എന്ത് തിന്നിട്ടുണ്ട്? അസറിൻ്റെ സമയത്തു തന്നെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആരും കാണാതെ എന്നാണ് ആ വിദ്യാർത്ഥി തൻ്റെ കൂട്ടുകാരനോട് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു, നഅം അതെ, അതായത് ഞാനിപ്പോൾ തിന്നുവെന്ന് വെച്ച് ആരും എന്നെ കാണുകയില്ല, ലാ യറാനി ഹുന അഹദുൻ ലാ യറാനി എന്നെ കാണുകയില്ല, ഹുന ഇവിടെ, അഹദുൻ ഒരാളും. അപ്പോൾ ഒരാളും എന്നെ ഇവിടെ കാണുകയില്ല, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, വലാകിന്നല്ലാഹ യറാനി വലാകിന്ന പക്ഷേ അല്ലാഹു തആല യറാനി എന്നെ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മനുഷ്യന്മാരിൽ നിന്നും ആരും എന്നെ കാണുന്നില്ല എന്ന് വെച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റൂല. കാരണം എന്താ? അല്ലാഹു തആല എന്നെ കാണുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഭക്ഷിക്കുന്നില്ല എന്ന് എന്ത് പറഞ്ഞു? ഞാൻ എൻ്റെ കൂട്ടുകാരനോട് തറപ്പിച്ചു പറഞ്ഞുവെന്നർത്ഥം. ഓക്കെ. അത് കേട്ടപ്പോൾ വസക്കത്ത സദീഖി വസബർതു അലൽ ജൂഇ വസക്കത്ത സദീഖി എൻ്റെ കൂട്ടുകാരൻ അത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. സക്കത്ത എന്നാൽ മിണ്ടാതിരുന്നുവെന്നാണ്, സദീഖി എൻ്റെ കൂട്ടുകാരൻ, വസബർതു അലൽ ജൂഇ വിശപ്പിൻ്റെ മേൽ ഞാൻ സഹിക്കുകയും ചെയ്തു, ക്ഷമിക്കുകയും ചെയ്തുവെന്നർത്ഥം. സബറ സഹിച്ചു, ക്ഷമിച്ചു എന്നൊക്കെയാണ്. സബർതു ഞാൻ ക്ഷമിച്ചു, അലൽ ജൂഇ വിശപ്പിൻ്റെ മേൽ. അപ്പോൾ അസർ സമയത്ത് തന്നെ ആരും കാണാതെ ഒന്നും തിന്നാൻ നിൽക്കാതെ എന്ത് ചെയ്തു? ഞാൻ വിശപ്പ് സഹിച്ചുകൊണ്ടേയിരുന്നു, മഗ്രിബ് ആകുന്നതുവരെ കാത്തിരുന്നുവെന്നർത്ഥം. ഓക്കെ. ഇനി അടുത്തത് وقبل الغروب حضر أصدقاء أبي وأقاربنا ونقل الفطور إلى المسجد وكان الوقت شديدا عليا فكنت أرمق المؤذن وأعد الدقائق فلما أذن أفطرت بتمرة ثم أكلت وشربت وقلت كما علمني أبي ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. ഓക്കെ. ഇനി നമ്മുടെ നോമ്പിൻ്റെ അവസരത്തിലുള്ള
ഏറ്റവും ശക്തമായിട്ടുള്ള സമയത്തെയാണ് വിശദീകരിക്കുന്നത്. അതായത് മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം. അപ്പോൾ മഗ്‌രിബ് ബാങ്ക് കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ കുട്ടികൾ കുറേ ശ്രദ്ധിച്ചു നോക്കും അല്ലേ. അങ്ങനെ ബാങ്ക് കൊടുത്താൽ അപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം അത്രത്തോളം വിശന്നിരിക്കുകയാകും. ഓക്കെ, ഏതായാലും ആ ഒരു അവസരത്തെക്കുറിച്ചാണ് അടുത്തത് പാഠഭാഗത്ത് വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം, നോമ്പ് തുറക്കുള്ള ഭക്ഷണങ്ങളെല്ലാം ഈ കുട്ടിയുടെ വീട്ടുകാർ പള്ളിയിലേക്ക് കൊണ്ടുപോയിട്ട് പള്ളിയിൽ വെച്ചിട്ടാണ് നോമ്പ് തുറക്കുന്നത്. ഓക്കെ, ഒന്ന് നോക്കുക. വഖബിലൽ ഖുറൂബി, ഖുറൂബ് എന്ന് പറഞ്ഞാൽ സൂര്യാസ്തമയത്തെക്കുറിച്ചാണ് പറയാം. ഓക്കെ, വഖബിലൽ ഖുറൂബി, സൂര്യാസ്തമനത്തിന് മുമ്പ് ഹളറ അസ്തിഖാഉ അബി, എൻ്റെ ഉപ്പായുടെ കൂട്ടുകാരെല്ലാം സന്നിഹിതരായി. ഹളറ എന്നാൽ സന്നിഹിതരായി, വന്നു എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹളറ അസ്തിഖാഉ അബി, എൻ്റെ ഉപ്പയുടെ കൂട്ടുകാരെല്ലാം വന്നു. വ അഖാരിബുന, ഞങ്ങളുടെ കുടുംബക്കാരും വന്നു. അഖാരിബ് എന്നാൽ കുടുംബക്കാർ എന്നാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചുവല്ലോ. അഖാരിബുന എന്നാലോ ഞങ്ങളുടെ കുടുംബക്കാർ വന്നു. വ നുഖിലൽ ഫുതൂറു ഇലൽ മസ്ജിദി, നഖല എന്ന് പറഞ്ഞാൽ നീക്കി എന്നാണ് അർത്ഥം. അതിനെ നുഖില എന്നാക്കിയാലോ നീക്കപ്പെട്ടു. ഓക്കെ, വനുഖിലൽ ഫുതൂറു, ഫുതൂർ എന്നാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നോമ്പുതുറ എന്ന് പഠിച്ചിരുന്നു. നോമ്പുതുറക്കുള്ള ഭക്ഷണത്തിനും നമ്മൾ ഫുതൂർ എന്നാണ് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ വനുഖിലൽ ഫുതൂറു ഇലൽ മസ്ജിദി, ആ നോമ്പുതുറക്കുള്ള ഭക്ഷണം പള്ളിയിലേക്ക് നീക്കപ്പെട്ടുവെന്നർത്ഥം. ഓക്കെ, വകാനൽ വഖ്തു ഷദീദൻ അലിയ, ആ ഒരു സമയം, വകാനൽ വഖ്തു ആ സമയം ആയിരുന്നു, ഷദീദൻ വളരെ ശക്തമായതായിരുന്നു, കഠിനമായതായിരുന്നു, അലിയ എൻ്റെ മേൽ. അപ്പോൾ ആ ഒരു സമയം, അതായത് മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള, സൂര്യാസ്തമനത്തിന് തൊട്ട് മുമ്പുള്ള ആ സമയം, വകാനൽ വഖ്തു ഷദീദൻ അലിയ എൻ്റെ മേൽ കഠിനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഫകുന്തു അർമുഖുൽ മുഅദ്ദിന വ അഉദ്ദു ദഖായിഖ, സാധാരണ കുട്ടികളൊക്കെ ചെയ്യാറുള്ളത് പോലെ തന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ള കുട്ടിയും ചെയ്യുന്നത്. ഫകുന്തു അപ്പോൾ ഞാൻ ആയിരുന്നു, അർമുഖു, റമഖ എന്ന് പറഞ്ഞാൽ ഇടം കണ്ണിട്ട് നോക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇടം കണ്ണിട്ട് നോക്കുക. അപ്പോൾ അതിനെ അർമുഖു എന്നാക്കിയാലോ ഞാൻ ഇടം കണ്ണിട്ട് നോക്കുന്നു. അൽ മുഅദ്ദിന, മുഅദ്ദിന എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്നവനെ കുറിച്ചാണ് പറയാം. മുക്രി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. ഓക്കെ, അപ്പോൾ ഫകുന്തു അർമുഖുൽ മുഅദ്ദിന, ഞാൻ മുഅദ്ദിനെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്നു. വ അഉദ്ദു ദഖായിഖ, എന്നിട്ട് മിനിറ്റുകൾ എണ്ണിക്കൊണ്ടേയിരുന്നു. അദ്ദ എന്നാൽ എണ്ണി എന്നാണ് അർത്ഥം. അഉദ്ദു ഞാൻ എണ്ണുന്നു. ഓക്കെ, ദഖീഖത്തുൻ എന്നുള്ളതിൻ്റെ ജംആണ് ദഖായിഖ് എന്ന് പറയുന്നത്. മിനിറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മഗ്‌രിബിന് തൊട്ട് മുമ്പായിട്ട് മേശയിൽ ഇങ്ങനെ വട്ടം കൂടി ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടുകാരും നമ്മളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഇനി എത്ര മിനിറ്റ് ഉണ്ട് ബാങ്ക് കൊടുക്കാനെന്നൊക്കെ നോക്കാറുണ്ടല്ലോ. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ അവനും എന്ത് ചെയ്യാൻ തുടങ്ങി, മുക്രി ബാങ്ക് കൊടുക്കുന്നുണ്ടോ എന്ന് ഇടം കണ്ണിട്ട് നോക്കാനും എന്നുള്ളതുപോലെ ഇനി ബാങ്ക് കൊടുക്കാൻ എത്ര സമയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ എണ്ണി നോക്കാനൊക്കെ തുടങ്ങി എന്നർത്ഥം. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. വകാനൽ വഖ്തു ഷദീദൻ അലിയ, എൻ്റെ മേൽ ആ സമയം വളരെ കഠിനമായതായിരുന്നു. ഫകുന്തു അർമുഖുൽ മുഅദ്ദിന, അപ്പോൾ ഞാൻ മുഅദ്ദിനെ, മുക്രിയെ ഇടം കണ്ണിട്ട് നോക്കുന്നവനായിരുന്നു. വ അഉദ്ദു ദഖായിഖ, മിനിറ്റുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, ഫലമ്മ അദ്ദന അഫ്തർതു ബിതംറത്തിൻ സുമ്മ അകൽതു വശരിബ്തു. ഓക്കെ, ഫലമ്മ അദ്ദന, അങ്ങനെ ആ മുക്രി ഉസ്താദ് ബാങ്ക് കൊടുത്തപ്പോൾ, അദ്ദന എന്നാൽ ബാങ്ക് കൊടുത്തുവെന്നാണ് അർത്ഥം. ഓക്കെ, ഫലമ്മ അദ്ദന, ആ മുക്രി ബാങ്ക് കൊടുത്തപ്പോൾ, അഫ്തർതു ഞാൻ നോമ്പ് തുറന്നുവെന്നർത്ഥം. അഫ്തറ എന്നാൽ നോമ്പ് തുറന്നു എന്നാണ് അർത്ഥം. അതിന് അഫ്തർതു എന്നാക്കിയാൽ ഞാൻ നോമ്പ് തുറന്നു. ബിതംറത്തിൻ, ഒരു കാരക്ക കൊണ്ട്. അപ്പോൾ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുന്നതാണല്ലോ സുന്നത്ത്. അങ്ങനെ തന്നെയാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ള കുട്ടിയും ചെയ്തിട്ടുള്ളത്. അഫ്തർതു ബിതംറത്തിൻ സുമ്മ അകൽത്തു, അതിനുശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു. വശരിബ്തു, പാനീയങ്ങളെല്ലാം കുടിച്ചു. ഓക്കെ, അകല എന്നതിനെ അകൽത്തു എന്നാക്കിയാൽ ഞാൻ
തിന്നു, ഞാൻ ഭക്ഷണം കഴിച്ചുവെന്നാകും. ഷെരിബ എന്നുള്ളതിനെ ഷെരിബത്തു എന്നാക്കിയാൽ ഞാൻ പാനീയം കുടിച്ചു എന്നാകും. ഓക്കെ, സുമ്മ അക്കൽത്തു വ ഷെരിബത്തു വ ഖുൽതു, അങ്ങനെ ഭക്ഷണത്തിനൊക്കെ ശേഷം ഞാൻ പറഞ്ഞു. കമാ അല്ലമനി അബി, എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചതുപോലെ. അല്ലമ എന്നാൽ പഠിപ്പിച്ചു എന്നാണ്. അല്ലമനി എന്നെ പഠിപ്പിച്ചു, അബി എൻ്റെ ഉപ്പ. ഓക്കെ, കമാ അല്ലമനി അബി എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചതുപോലെ ഞാൻ പറഞ്ഞു. എന്താണ് എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചത്? സഹബൽ ലമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ് എന്ന് പറയാനാണ് ഉപ്പ പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, ഒന്ന് നോക്കുക. സഹബൽ ലമഉ, ദഹബ എന്നാൽ പോയി, ലമ എന്നാൽ ദാഹം. ദഹബൽ ലമഉ, ദാഹമൊക്കെ പോയിട്ടുണ്ട്. വബ്തല്ലത്തിൽ ഉറൂഖു, ഇർഖുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഉറൂഖ് എന്ന് പറയുന്നത്. ഞരമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇബ്തല്ല എന്ന് പറഞ്ഞാൽ നനഞ്ഞു എന്നാണ് അർത്ഥം. അപ്പോൾ ദഹബൽ ലമഉ, ദാഹമൊക്കെ പോയി. വബ്തല്ലത്തിൽ ഉറൂഖു, ഞരമ്പുകളെല്ലാം നനയുകയും ചെയ്തു. സുബ്ഹ് മുതൽ ഇതുവരെ മഗ്രിബ് വരെയുള്ള സമയത്ത് നമ്മുടെ ഞരമ്പുകളെല്ലാം ഉണങ്ങിയിരിക്കുകയായിരിക്കുമല്ലോ, കാരണം നമ്മളൊന്നും ഭക്ഷിച്ചിട്ടില്ല. പക്ഷേ വബ്തല്ലത്തിൽ ഉറൂഖു, ഇങ്ങനെ നോമ്പ് മുറിക്കുന്നതോടുകൂടെ, നോമ്പ് തുറക്കുന്നതോടുകൂടെ വബ്തല്ലത്തിൽ ഉറൂഖു, ഞരമ്പുകളെല്ലാം നനഞ്ഞുപോയി. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, സബത്ത എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടു എന്നാണ് അർത്ഥം. അജ്ർ എന്നാൽ കൂലി എന്നാണ് അർത്ഥം. അപ്പോൾ വസബത്തൽ അജ്റു, കൂലിയെല്ലാം സ്ഥിരപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പനുഷ്ഠിച്ചതിനുള്ള കൂലി അല്ലാഹു തആല നൽകുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂലിയും ലഭിച്ചു എന്നുള്ളതുപോലെ നമ്മുടെ ദാഹം പോവുകയും നമ്മുടെ ഞരമ്പുകളെല്ലാം നനയുകയും ചെയ്തു എന്നാണ് നമ്മൾ എപ്പോൾ പറയേണ്ടത്? നോമ്പ് തുറക്ക് ശേഷം പറയേണ്ടത് എന്നർത്ഥം. ഓക്കെ, ഏതായാലും ഇനി ആ കുട്ടി പറയാണ്, വമാ അകൽതു തആമൻ അലദ്ദ മിൻ തആമി ദാലിക്കൽ യൗമി വമാ കാന യൗമുൻ അജ്മല ഫീ ഹയാതി മിൻ ദാലിക്കൽ യൗമി. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പിൻ്റെ അവസരത്തിൽ ആ നോമ്പ് തുറക്കുള്ള ഭക്ഷണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷിച്ചിട്ടുള്ള, അതുവരെ തിന്നിട്ടുള്ള ഏറ്റവും രുചികരമായിട്ടുള്ള ഭക്ഷണം അല്ലേ? കാരണം അതുവരെ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ട് അവസാനം ആ വിശപ്പൊക്കെ ഉണ്ടാകുമ്പോൾ രുചികരമായിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അതിന് വല്ലാത്ത സ്വാദായിരിക്കും അല്ലേ? ഇനി അതിനെക്കുറിച്ചാണ് അടുത്തത് പറയുന്നത്. വമാ അകൽതു തആമൻ, വമാ അകൽതു, ഞാൻ ഭക്ഷിച്ചിട്ടില്ല, തആമൻ ഒരു ഭക്ഷണത്തെയും, അപ്പോൾ ഒരു ഭക്ഷണവും ഞാൻ തിന്നിട്ടില്ല. അലദ്ദ മിൻ തആമി ദാലിക്കൽ യൗമി, അലദ്ദ എന്ന് പറഞ്ഞാൽ ഏറ്റവും രുചികരമായ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അലദ്ദ ഏറ്റവും രുചികരമായിട്ട്, മിൻ തആമി ദാലിക്കൽ യൗമി ആ ദിവസത്തിലെ ഭക്ഷണത്തേക്കാൾ, അപ്പോൾ ഞാൻ നോമ്പനുഷ്ഠിച്ചിട്ടുള്ള ആ ദിവസത്തെ ഭക്ഷണത്തേക്കാൾ രുചികരമായിട്ട് ഒരു ഭക്ഷണവും ഞാൻ തിന്നിട്ടില്ല, ഭക്ഷിച്ചിട്ടില്ല. അന്നത്തെ ഭക്ഷണം അത്രത്തോളം സ്വാദിഷ്ടമായിരുന്നു, രുചിയുള്ളതായിരുന്നുവെന്നാണ് ആ കുട്ടി പറയുന്നത്. ഓക്കെ, എന്നുള്ളതുപോലെ വമാ കാന യൗമുൻ, ഒരു ദിവസവും ഉണ്ടായിട്ടുമില്ല, വമാ കാന ഉണ്ടായിട്ടില്ല, യൗമുൻ ഒരു ദിവസവും ഉണ്ടായിട്ടില്ല, അജ്മല ഏറ്റവും ഭംഗിയുള്ളതായിട്ട്, അജ്മൽ എന്നാൽ ഏറ്റവും ഭംഗിയുള്ളതായിട്ട്, ഫി ഹയാത്തി എൻ്റെ ജീവിതത്തിൽ, ഹയാത്തുൻ എന്നാൽ ജീവിതം, ഫി ഹയാത്തി എൻ്റെ ജീവിതത്തിൽ, മിൻ ദാലിക്കൽ യൗമി ആ ദിവസത്തേക്കാളും, അപ്പോൾ ആ ദിവസത്തേക്കാളും ഭംഗിയുള്ളതായിട്ട് ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടേയില്ല എന്നാണ് കുട്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പാഠഭാഗം അവസാനിക്കുകയാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിലേത് എന്നതുപോലെ ഒരു സാധാരണ കുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പിനെക്കുറിച്ച്, അതിൽ അവൻ അനുഭവിച്ചിട്ടുള്ള തജാരിബിനെക്കുറിച്ച്, അനുഭവങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചു കഴിഞ്ഞു. ഏതായാലും ഇന്നേ ദിവസം നമ്മൾ പുതിയ കുറച്ചുകൂടി വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. അവ ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമതായിട്ട് ലഹീറത്തുൻ ഉച്ച, ലമഉൻ ദാഹം, ഇഗ്തസല കുളിച്ചു, ഇസ്തറാഹ വിശ്രമിച്ചു, ഇസ്തറഹ്തു ഞാൻ വിശ്രമിച്ചു, സമറത്തുൻ ജംഉ സിമാറുൻ, ഫാക്കിഹത്തുൻ ജംഉ ഫവാക്കിഹ് പഴം പഴവർഗം, ലാ യറാക നിന്നെ കാണുകയില്ല, അൽ ആന ഇപ്പോൾ, സായിമുൻ നോമ്പുകാരൻ, സകത മിണ്ടാതിരുന്നു, ഖുറൂബുൻ സൂര്യാസ്തമയം,
ഹലറ സന്നിഹിതരായി വന്നു, നഖല നീക്കി, നുഖില നീക്കപ്പെട്ടു, ഫുതൂറുൻ നോമ്പു തുറക്കുള്ള ഭക്ഷണം, റമഖ ഇടം കണ്ണിട്ട് നോക്കി, അർമുഖു ഞാൻ ഇടം കണ്ണിട്ട് നോക്കുന്നു, അദ്ദ എണ്ണി, അഉദ്ദു ഞാൻ എണ്ണുന്നു, ദഖീഖത്തുൻ ജംഉ ദഖായിഖുൻ മിനുട്ട്, അഫ്തറ നോമ്പ് തുറന്നു, ഇബ്തല്ല നനഞ്ഞു, ഇർഖുൻ ജംഉ ഉറൂഖുൻ ഞരമ്പ്, സബത സ്ഥിരപ്പെട്ടു, അലല്ല ഏറ്റവും രുചിയുള്ള, അജ്മല ഏറ്റവും ഭംഗിയുള്ള, ഹയാത്തുൻ ജീവിതം. അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പുതിയതായിട്ട് പഠിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്കിനി അടുത്ത പേജിൽ എക്സസൈസ് ഉണ്ട്, ആ എക്സസൈസിലേക്ക് നോക്കാം. ഓക്കെ, ആദ്യമായിട്ട് മുഫ്രദാത്തുൻ, നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ള പുതിയ ചില വാക്കുകൾ ഒന്നുകൂടെ പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ എല്ലാം അർത്ഥം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മുഫ്രദാത്തുൻ ഷിതാ, ലിബാസുൻ, ജവായിസു, ലമിഅ, ലദീദുൻ, ജൂഉൻ, അത്തിഷ, ഷബിഅ എന്നീ 8 പദങ്ങളും നമ്മൾ ഈ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ ലമഅ എന്ന് പറഞ്ഞാൽ ദാഹം എന്ന് പഠിച്ചിരുന്നു. അതിൻ്റെ ഫിഅലാണ് ലമിഅ എന്ന് പറയുന്നത്, ദാഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്നുള്ളതുപോലെ അത്തഷുൻ എന്ന് പറഞ്ഞാലും നമ്മൾ ദാഹം എന്ന് പഠിച്ചിരുന്നു. അതിൻ്റെയും ഫിഅലാണ് അത്തിഷ എന്ന് പറയുന്നത്, ദാഹിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ബാക്കിയുള്ള പദങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. ഇനി അടുത്തത് ഹൽ തഅലമു എന്നുള്ള ഒരു എക്സസൈസ് കാണാം. നിനക്കറിയാമോ എന്നാണ് അതിൻ്റെ അർത്ഥം. അതിന് താഴെ 4 ചോദ്യങ്ങൾ കാണാവുന്നതാണ്. ആ 4 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ എഴുതി കാണിക്കണം. ഒന്ന് നോക്കുക. ഒന്നാമത്തെ ചോദ്യം, ലിമ മനഅൽ അബു അനി സൗമി. ലിമ എന്തുകൊണ്ടാണ്, മനഅൽ അബു ഉപ്പ തടഞ്ഞത്, അനി സൗമി നോമ്പിനെ തൊട്ട്. അപ്പോൾ നോമ്പ് നോൽക്കുന്നതിനെ തൊട്ട് ഉപ്പ എന്തുകൊണ്ടാണ് തടഞ്ഞത് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്കറിയാം, ഈ നമ്മുടെ പാഠഭാഗത്തിലുള്ള കുട്ടി ഉപ്പയോട് ആദ്യമായിട്ട് നോമ്പനുഷ്ഠിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഉപ്പ അത് തടഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം എന്തായിരുന്നുവെന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം, മാതാ കാലത്തിൽ ഉമ്മു അനി സൗമി ഫിസ്സിഗരി. മാതാ എന്താണ്, കാലത്തിൽ ഉമ്മ പറഞ്ഞത് എന്താണ്, അനി സൗമി നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച്, ഫിസ്സിഗരി ചെറുപ്രായത്തിൽ. അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ നോമ്പനുഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഉമ്മ എന്താണ് പറഞ്ഞത് എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. ഓക്കെ, ഇനി മൂന്നാമത്തത്, മത ഹലറൽ അബു വൽ അസ്തിഖാഉ. മത എപ്പോഴാണ്, ഹലറ വന്നത്, അൽ അബു വൽ അസ്തിഖാഉ ഉപ്പയും കൂട്ടുകാരും. അപ്പോൾ ഉപ്പയും കൂട്ടുകാരുമൊക്കെ എപ്പോഴാണ് ഈ കുട്ടിയുടെ വീട്ടിലേക്ക് വന്നത് എന്നതാണ് മൂന്നാമത്തെ ചോദ്യം. ഇനി നാലാമത്തത്, മല്ലദി അല്ലമൽ വാലിദു അൻ യഖൂല ഇൻദൽ ഫിത്രി. ഓക്കെ, മല്ലദി എന്താണ്, അല്ലമൽ വാലിദു ഉപ്പ പഠിപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഉപ്പ പഠിപ്പിച്ചു കൊടുത്ത കാര്യം എന്താണ്, അൻ യഖൂല പറയാൻ, ഇൻദൽ ഫിത്രി നോമ്പ് തുറക്കുന്ന അവസരത്തിൽ. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് എന്ത് പറയാനാണ് ആ ഉപ്പ ആ കുട്ടിയെ പഠിപ്പിച്ചത് എന്നതാണ് നാലാമത്തെ ചോദ്യം. ഈ 4 ഉത്തരം നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതൊന്ന് നിങ്ങൾ എഴുതേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്ത എക്സസൈസ് തദക്കർ എന്നുള്ളതാണ്, ഓർത്തു വെക്കൂ എന്നാണ്. അതിന് താഴെ നമുക്ക് 9 വാക്കുകളും അതിൻ്റെ ജംഉകളും കാണാം. അപ്പോൾ അവ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അവയിൽ പല വാക്കുകളും നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. ചിലതിൻ്റെ മുഫ്രദായിരിക്കും പഠിച്ചിട്ടുണ്ടാകുന്നത്, ചിലതിൻ്റെ ജംആയിരിക്കും പഠിച്ചിട്ടുണ്ടാകുന്നത്. അവ രണ്ടും പഠിച്ച് മനസ്സിലാക്കാനുള്ള ഒരവസരമാണിത്. ഒന്നാമതായിട്ട് തിറുബുൻ എന്നുള്ളതിൻ്റെ ജംആണ് അത്തറാബുൻ എന്ന് പറയുന്നത്. ഫാക്കിഹത്തുൻ ജംഅ ഫവാക്കിഹു, ശുഗലുൻ ജംഅ അശ്ഗാലുൻ, അറഖുൻ ജംഅ ഉറൂഖുൻ. അവിടെ ആ അറഖുൻ എന്നുള്ളിടത്ത് ഇർഖുൻ എന്നാക്കി കൊടുക്കണം കേട്ടോ. ഐനിന് കസ്റും റാഇന് സുക്കൂനുമാക്കിയിട്ട് കിതാബിലൊന്ന് തിരുത്തണം. അത് കിതാബിൽ വന്നിട്ടുള്ള ചെറിയൊരു പഴവാണ്. ഓക്കെ, അപ്പോൾ ഇർഖുൻ എന്നുള്ളതിൻ്റെ ജംആണ് ഉറൂഖുൻ എന്ന് പറയുന്നത്. ഞരമ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ,
ഓക്കെ. ഇനി ദഖീഖത്തുൻ ജംഅ് ദഖായിഖു, ജായിസത്തുൻ ജംഅ് ജവായിസു, ഹദിയ്യത്തുൻ ജംഅ് ഹദായ, ആമുൻ ജംഅ് അഅ്വാമുൻ. ആമുൻ എന്ന് പറഞ്ഞാൽ വർഷം എന്നാണ് അർത്ഥം, അതിൻ്റെ ജംഅാണ് അഅ്വാമുൻ, വർഷങ്ങൾ. ഓക്കെ. അജ്റുൻ ജംഅ് ഉജൂറുൻ. അപ്പോൾ ആ പദങ്ങളൊക്കെ നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ജംഇൻ്റെ അർത്ഥങ്ങളും നിങ്ങൾക്കറിയാമായിരിക്കും അല്ലേ. ഇനി അടുത്ത എക്സസൈസ് പറയുന്നത് ഇസ്താമിൽ ഫിൽ ജുമലിൽ മുഫീദ എന്നുള്ളതാണ്. താഴെ നമുക്ക് 4 വാക്കുകൾ കാണാം. ഈ 4 വാക്കുകളുടെയും സ്വന്തമായിട്ടുള്ള ജുംലയിൽ പ്രയോഗിക്കണം എന്നതാണ് ചോദ്യത്തിൽ പറയുന്നത്. ഒന്നാമത്തെ വാക്ക് സഗീറുൻ, 2 അന്തളിറു, 3 അഉദ്ദു ദഖായിഖ, 4 ശഅർതു ബിളമഇൻ. ഓക്കെ. സഗീറുൻ എന്നാൽ ചെറിയ, അന്തളിറു ഞാൻ കാത്തിരിക്കുന്നു, അഅദ്ദു ദഖായിഖ ഞാൻ മിനിറ്റുകൾ എണ്ണുന്നു, ശഅർതു ബിളമഇൻ എനിക്ക് ദാഹം അനുഭവപ്പെട്ടു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ. അത് നമുക്കറിയാവുന്നതാണ്. അതിനെ സ്വന്തമായിട്ടുള്ള ജുംലയിലാക്കിയിട്ട് നിങ്ങൾ എഴുതി വരണം. ഇനി രണ്ടാമത്തെ തദ്രീബ് നോക്കാം. സിഫ് അവ്വല യൗമിൻ സുംത ഫീഹി വശാതിർ തജാരിബക മഅ ഇഖ്വാനിക. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയുടെ ആദ്യത്തെ നോമ്പിനെ കുറിച്ച് അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ നോമ്പ് എങ്ങനെയായിരുന്നു, അതിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നാണ് അടുത്ത ചോദ്യത്തിനുള്ള ഉത്തരമായിട്ട് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ. സിഫ് നീ വിശദീകരിക്കുക, അവ്വല യൗമിൻ ആദ്യത്തെ ദിവസം സുംത ഫീഹി നീ നോമ്പനുഷ്ഠിച്ചിട്ടുള്ള. അപ്പോൾ നീ നോമ്പ് നോറ്റിട്ടുള്ള ആദ്യത്തെ ദിവസത്തെക്കുറിച്ച് വിശദീകരിക്കുക. വശാത്തിർ നീ പങ്കുവെക്കുകയും ചെയ്യുക. തജാരിബക നിൻ്റെ അനുഭവങ്ങളെ, മഅ ഇഖ്വാനിക നിൻ്റെ സഹോദരങ്ങളോടൊപ്പം. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ നോമ്പ് അത് എങ്ങനെയായിരുന്നു, അതിലുള്ള നിങ്ങളുടെ അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ വെച്ചിട്ട് ഒരു 5 വരിയിൽ ചുരുങ്ങാത്ത രൂപത്തിൽ നിങ്ങൾ നോട്ട് പുസ്തകത്തിൽ എഴുതണം. അത് കാണിക്കുകയും വേണം. ഏതായാലും ഇതോടെ നമ്മുടെ പാഠം തീരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.